ഹായ് ജെയ്മെയിൻ 2026 ഫസ്റ്റ് ഫേസിലെ ജാനുവരി 22 സെക്കൻഡ് ഷിഫ്റ്റിലെ ക്വസ്റ്റ്യൻ നമ്പർ 17 നമുക്ക് എന്താക്കാം ഒന്ന് ചെയ്ത് നോക്കാം. എന്താണ് ദ ലോക്കസ് ഓഫ് മിഡ് പോയിന്റ് ഓഫ് ദ കോഡ് ത്രൂ ദ ഒറിജിൻ O of the parabola y square is equal to 4x be the curve S, let B be any point on S, then the locus of point which internally divides OP in the ratio 3:1. O origin ആണല്ലേ. ഓക്കെ, അതായത് ആക്ച്വലി ഇത് ഡബിൾ ലോക്കസ് ആണ്. രണ്ട് തവണ നമ്മൾ എന്ത് ചെയ്യണം, ലോക്കസ് ആണ് പിടിക്കണം. അതായത് ആദ്യം നമുക്കൊരു ഗിവൺ കർവ് വന്നിട്ടുണ്ട്, അതിൻ്റെ ഗിവൺ കണ്ടീഷൻ ഉപയോഗിച്ചിട്ടുള്ള എന്ത് ചെയ്യണം, ലോക്കസ് നമ്മൾ കണ്ടുപിടിക്കണം അല്ലേ. എന്നിട്ട് ആ കിട്ടുന്ന പുതിയ കർവിന് അടുത്തൊരു കണ്ടീഷൻ ഉപയോഗിച്ചിട്ടുള്ള ലോക്കസ് എന്താക്കണം, കണ്ടുപിടിക്കണം. അതായത് രണ്ട് തവണ നമ്മൾ ലോക്കസ് കണ്ടുപിടിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണിത്. ഓക്കെ അല്ലേ, നമുക്ക് നോക്കാം എന്താണ് ചെയ്യേണ്ടത്. ശ്രദ്ധിക്കാം. ഫസ്റ്റ് ഒന്നാമത്തെ ലോക്കസ് കണ്ടുപിടിച്ചാൽ കിട്ടുന്ന കർവാണ് ആക്ച്വലി എന്ത്, എസ് എന്ന് പറഞ്ഞ കർവ് അറിയാലേ. അതിൻ്റെ കണ്ടീഷൻ ഉപയോഗിച്ചിട്ട് അടുത്ത ലോക്കസ് നമ്മൾ എന്ത് ചെയ്യണം, കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ സോ നമുക്ക് ഒന്നാമത്തെ കഥ നമുക്ക് അധികം നോക്കാം. റെഡി. ഒന്നാമത് y സ്ക്വയർ ഇസ് ഈക്വൽ ടു 4x എന്ന് പറഞ്ഞ പരാബോളയാണ്. റെഡി അല്ലേ. യെസ്, ആയിക്കോട്ടെ. അത് എന്ന ലോക്കസ് ആണ് മിഡ് പോയിന്റ് ഓഫ് കോഡ് ത്രൂ ദ ഒറിജിൻ. ഓക്കെ അല്ലേ, അതായത് മിഡ് പോയിന്റ് ഓഫ് കോഡ് ത്രൂ ദ ഒറിജിൻ്റെ ലോക്കസ് ആണ് കണ്ടുപിടിക്കുക. ഇപ്പോൾ കോഡ് ത്രൂ ദ ഒറിജിൻ എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ് കിടക്കുക. ഓക്കെ അല്ലേ, അതിൻ്റെ മിഡ് പോയിന്റിൻ്റെ ലോക്കസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്കറിയാം ഒറിജിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 0,0 ആണ് അല്ലേ. നമ്മളെപ്പോഴും ലോക്കസ് കണ്ടുപിടിക്കേണ്ട പോയിന്റിനെ നമ്മൾ h,k എന്നാണ് വിളിക്കുക. റെഡി അല്ലേ. ആൻഡ് ആൾസോ ഇതെന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ, യെസ്, അത് അതിൻ്റെ ജനറൽ പോയിന്റ് ആണ്, അതായത് പാരാമെട്രിക് കോർഡിനേറ്റ്സ് ആണ്. റെഡി അല്ലേ. നമുക്കറിയാം y സ്ക്വയർ ഇസ് ഈക്വൽ ടു 4ax എന്ന് പറഞ്ഞ ടൈപ്പ് പരാബോളയുടെ പാരാമെട്രിക് കോർഡിനേറ്റ്സ് എന്ന് പറഞ്ഞാൽ at², 2at അല്ലേ. അല്ലെ, ഇവിടെ a ഇസ് ഈക്വൽ ടു എന്താണ്, 1 ആണ് അല്ലെ. y സ്ക്വയർ ഇസ് ഈക്വൽ ടു 4x a എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പോൾ t², 2t എന്ന് വരും അല്ലെ. ഈ പോയിന്റ് t², 2t എന്ന് വരും. സോ നമ്മൾ ഇവൻ്റെ ലോക്കസ് അല്ലേ കണ്ടുപിടിക്കേണ്ടത് അല്ലേ. അപ്പോൾ അവൻ്റെ ലോക്കസ് കണ്ടുപിടിക്കുന്ന സമയത്ത് നമുക്ക് എന്താണ് നമുക്ക് നോക്കാം. ഓക്കെ അല്ലേ, അഥവാ എച്ച് അല്ലേ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മിഡ് പോയിന്റ് ആണ്. അപ്പോൾ മിഡ് പോയിന്റ് എന്ന് പറയുമ്പോൾ 0+ അല്ലേ എന്താണ്, യെസ്, t² ഡിവൈഡ് ബൈ 2 ആണ് അല്ലെ. k എന്ന് പറഞ്ഞാൽ 0+ എന്താണ് മക്കളെ, 2t ഡിവൈഡ് ബൈ 2 ആണ്. റെഡി അല്ലേ. സോ h ഇസ് ഈക്വൽ ടു എന്താണ്, t²/2 എന്ന് കിട്ടും അല്ലെ. k ഇസ് ഈക്വൽ ടു എന്ത് കിട്ടും മക്കളെ, t എന്ന് കിട്ടും. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് നമ്മൾ എന്താ ചെയ്യേണ്ടത്, എച്ചിനെയും കെനെയും നമ്മൾ കണക്ട് ചെയ്യണം. റെഡി അല്ലേ. അപ്പോൾ അതായത് നമ്മൾ എപ്പോഴും ലോക്കസ് കണ്ടുപിടിക്കാൻ നമ്മൾ ലോക്കസ് കണ്ടുപിടിക്കേണ്ട ചങ്ങാതി h,k എന്ന് പറഞ്ഞിട്ട് നമ്മൾ വിചാരിക്കുക. റെഡി അല്ലേ. അപ്പോൾ അങ്ങനെ വിചാരിച്ച എച്ചിനും കെക്കൊക്കെ നമ്മൾ എക്സ്പ്രഷൻ ഉണ്ടാക്കിയിട്ട് നമ്മൾ എച്ചിനെയും കെനെയും കണക്ട് ചെയ്യുക. അങ്ങനെ കണക്ട് ചെയ്യുന്ന സമയത്ത് അൺവാണ്ടഡ് ആയിട്ടുള്ള പാരാമീറ്റേഴ്സിനെ നമ്മൾ അവിടെ നിന്ന് എന്താക്കണം, ഒഴിവാക്കണം. റെഡി അല്ലേ. അപ്പോൾ അങ്ങനെ നമ്മൾ ഒഴിവാക്കുന്ന സമയത്ത് നമുക്ക് എന്താണ് കിട്ടുക, ഇവിടെ നമുക്ക് ടീനെ ഒഴിവാക്കാം അല്ലെ, പകരം എച്ച് അല്ലെ. ഒന്നുമില്ല, നമ്മൾ ഈ പറഞ്ഞത് തന്നെ, ഈ പറഞ്ഞ ഇവിടെ ടിക്ക് പകരം ഞാൻ കെ എന്ന് കൊടുക്കുക അല്ലേ. അപ്പോൾ ഇതിൽ ഞാൻ എന്ത് ചെയ്യാം മക്കളെ, ടിക്ക് പകരം ഞാൻ കെ എന്ന് കൊടുക്കുക. അപ്പോൾ എച്ച് ഇസ് ഈക്വൽ ടു എന്ത് കിട്ടൂടാ, യെസ്, k² ഡിവൈഡ് ബൈ എന്താണ് 2 എന്ന് കിട്ടും. സോ k² ഇസ് ഈക്വൽ ടു 2h എന്ന് കിട്ടും. ഓക്കെ അല്ലേ. അപ്പോൾ അത്രയും നമ്മൾ h, kക്ക് പകരം നമ്മൾ എന്ത് ചെയ്യുക, യെസ്, ഓക്കെ, x, y എന്ന് പറഞ്ഞിട്ട് റീപ്ലേസ് ചെയ്യുക. റെഡി അല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ y സ്ക്വയർ ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും മക്കളെ, യെസ്, 2x എന്നാണ് മറ്റൊരു പരാബോളയാണ് കിട്ടിയിരിക്കുന്നത്. റെഡി അല്ലേ. അപ്പോൾ മറ്റൊരു പരാബോള അല്ലെ, ഇതാണ് ആക്ച്വലി എസ് അല്ലെ. നമുക്ക് ആദ്യത്തെ കണ്ടീഷൻ ഉപയോഗിച്ചിട്ട് ഞാൻ ലോക്കസ് കണ്ടുപിടിച്ചപ്പോൾ എനിക്ക് കിട്ടിയ ആ പരാബോളയാണ് മക്കളെ എന്ത്, എസ് എന്ന് പറഞ്ഞ സാധനം. അപ്പോൾ എസ് എന്ന് പറഞ്ഞ സാധനം y സ്ക്വയർ ഇസ് ഈക്വൽ ടു എന്ത് കിട്ടിയാണ് മക്കളെ, 2x എന്ന് കിട്ടി. ഓക്കെ അല്ലേ. ഇനി അടുത്ത നമുക്ക് എന്ത് വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത ലോക്കസ് നമ്മൾ എന്ത് ചെയ്യണം മക്കളെ, കണ്ടുപിടിക്കണം അല്ലെ. അഥവാ ഈ y സ്ക്വയർ ഇസ് ഈക്വൽ 2x-മായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ലോക്കസ് കണ്ടുപിടിക്കണം അല്ലെ. എന്താണ് ആ ലോക്കസിന്റെ കണ്ടീഷൻ നോക്കാം. അപ്പം അതിന് മുമ്പ് ഞാൻ എന്ത് ചെയ്യാം, ഈ y സ്ക്വയർ ഇസ് ഈക്വൽ 2x എന്ന് പറഞ്ഞ പരാബോള ഒന്നല്ല വൃത്തിക്ക് എന്ത് ചെയ്യാം മക്കളെ, ഒന്ന് വരയ്ക്കാം. റെഡി അല്ലേ, ഒന്ന് വൃത്തിക്ക് വരക്കാം. ഓക്കെ അല്ലേ. അപ്പോൾ ഇനി അടുത്ത ലോക്കസ് നമ്മൾ എന്താണ് കണ്ടുപിടിക്കേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശ്രദ്ധിക്കുക, then the locus of the point which internally divides OP in the ratio 3:1 is. ഓക്കെ അല്ലേ. അവിടെ O എന്ന് പറഞ്ഞാൽ എന്താണ്, ഒറിജിൻ ആണ്. വാട്ട് ഇസ് P? P എന്ന് പറഞ്ഞാൽ P എനി പോയിന്റ് ഓൺ ദ എസ്. ഓക്കെ അല്ലേ, എസ്സിലെ ഏതൊരു പോയിന്റും. റെഡി അല്ലേ. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ OP എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്, കോഡ് ത്രൂ ഒറിജിൻ തന്നെയാണ്. റെഡി അല്ലേ. OP എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്, കോഡ് ത്രൂ ഒറിജിൻ ആണ്. അപ്പോൾ നേരത്തെ ഈ ക്വസ്റ്റ്യൻ്റെ ഫസ്റ്റ് പാർട്ട് നമ്മൾ ഈ കോഡ് ത്രൂ ഒറിജിൻ്റെ മിഡ് പോയിന്റ് ലോക്കസ് ആണ് കണ്ടുപിടിച്ചത്. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ പറഞ്ഞിരിക്കുന്നത് OP ഡിവൈഡ് ചെയ്യുന്ന റേഷ്യോ 3:1 ഡിവൈഡ് ചെയ്യുന്ന റേഷ്യോവിൻ്റെ എന്താണ്, ലോക്കസ് ആണ് കണ്ടുപിടിക്കുന്നത് അല്ലെ. 3:1 എന്ന് പറഞ്ഞ റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യുന്ന ആ പോയിന്റിന്റെ ലോക്കസ് ആണ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ അല്ലേ. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ തന്നെ ഈ പോയിന്റ് ഞാൻ എന്താക്കാം, ആൽഫ, ബീറ്റ എന്നോ അല്ലെ, അല്ലെങ്കിൽ h, k എന്നോ എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ എന്താക്കാം, റെപ്രസെന്റ് ചെയ്യാം അല്ലെ. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് മക്കളെ, 0,0 ആണ്. ഇവനെ ഞാൻ കണ്ടുപിടിക്കണം.
അപ്പോൾ ഇത് ഏതാണ് വൈ സ്ക്വയർ ഇസ് ഇക്വൽ ടു എക്സ് ആണ്. വൈ സ്ക്വയർ ഇസ് ഇക്വൽ ടു എക്സ് ആകുമ്പോൾ എ ഇസ് ഇക്വൽ 2/4 അഥവാ 1/2 അല്ലെ. എങ്ങനെ എ എളുപ്പത്തിൽ കണ്ടുപിടിക്കുന്നത്? ഒന്നുമില്ല, ഈ എക്സിൻ്റെ കോയിഫിഷ്യൻറ്റിനെ ഞാൻ 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടും? എ കിട്ടുവാണ്. റെഡി അല്ലേ? അപ്പോൾ അത് 1 ആണ്. അപ്പോൾ നമുക്കറിയാം AT² 280 എന്ന് പറയുമ്പം എന്താണ് ഹാഫ് T² അല്ലെ എന്ന് പറഞ്ഞാൽ T²/2 അല്ലെ. പിന്നെ 280 എന്ന് പറയുമ്പോൾ 2 × 1/2 × T അല്ലെ എന്ന് പറഞ്ഞാൽ അത് T എന്ന് വരും. മനസ്സിലായില്ലേ? റെഡി അല്ലേ? അപ്പോൾ അത്രയുമായി അല്ലെ. ഇപ്പം നമുക്ക് ഇനി നമ്മൾ ഈ ലോക്കസ് കണ്ടുപിടിക്കേണ്ട ചങ്ങാതിയെ നമുക്ക് എന്താക്കാം? സെക്ഷൻ ഫോർമുല ഉപയോഗിച്ചിട്ട് ചെയ്യാം. ഓക്കെ അല്ലേ? സോ ഇവിടെ ആൽഫ ഈസ് ഈക്വൽ ടു റെഡി അല്ലേ? ആൽഫ ഈസ് ഈക്വൽ ടു നമുക്ക് എന്താണ് 3 × T²/2 അല്ലെ. 3 × T²/2 റെഡി അല്ലേ? പ്ലസ് 1 × 0 എന്ന് പറയുമ്പോൾ അത് 0 ആണ് അല്ലേ. നമ്മൾ കഷ്ടപ്പെട്ട് എഴുതേണ്ട ആവശ്യമില്ല. അപ്പോൾ ആൽഫ ഈസ് ഈക്വൽ അത് കിട്ടി. റെഡി അല്ലേ? ഇനി മക്കളെ ബീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ, ബീറ്റ എന്ന് പറഞ്ഞാൽ 3 × T. ഓക്കെ അല്ലേ? 3 × T²/സോറി. അതായത് നമുക്കിവിടെ ആൽഫ ഈസ് ഈക്വൽ സെക്ഷൻ ഫോർമുലയിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ആൽഫ ഈസ് ഈക്വൽ ടു 3 × T²/2. ഓക്കെ അല്ലേ? യെസ്, ഡിവൈഡ് ബൈ 3 + 1 അഥവാ 4 ഉണ്ട്. റെഡി അല്ലേ? കാരണം ആക്ച്വലി 3 × എന്താ വേണ്ടത്? 3 × T²/2 പ്ലസ് 0 × T അല്ലേ, ഡിവൈഡ് ബൈ 3 + 1 4 തവണ. പക്ഷേ 0 ആയതുകൊണ്ട് ഞാൻ അത് എഴുതാത്തത്. റെഡി അല്ലേ? അപ്പോൾ ആൽഫ ഈസ് ഈക്വൽ ടു എന്താണ്? 3T²/8 എന്ന് കിട്ടും. റെഡി. ഇനി അടുത്തത് മക്കളെ ബീറ്റ വേണം അല്ലേ. ബീറ്റ എന്ന് പറയുമ്പോൾ ഇതേപോലെ 3 × T. ഓക്കെ അല്ലേ? പ്ലസ് എന്താണ് 1 × 0 ഡിവൈഡ് ബൈ 3 + 1 എന്ന് പറയുമ്പോൾ മക്കളെ 4 ആണ്. സോ ബീറ്റ ഈസ് ഈക്വൽ ടു 3T ഡിവൈഡ് ബൈ എന്ത് കിട്ടും മക്കളെ? 4 എന്ന് കിട്ടും. ഓക്കെ അല്ലേ? ഞാൻ നേരത്തെ ഇതേപോലെ ഇവിടുന്ന് Tക്ക് എക്സ്പ്രഷൻ ഉണ്ടാക്കുകയാണ്. 4/3 ബീറ്റ എന്ന് പറഞ്ഞ എക്സ്പ്രഷൻ ഉണ്ടാക്കി. ഓക്കെ അല്ലേ? എന്നിട്ട് അത് ഇവിടെ നമ്മൾ ഈ Tക്ക് പകരം നമ്മൾ എന്താക്കണം? സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണം. ഓക്കെ അല്ലേ? അപ്പം അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ആൽഫ ഈസ് ഈക്വൽ ടു 3/8 അല്ല ഇൻറ്റു ഈ T² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് 4/3 ബീറ്റ ദ ഹോൾ സ്ക്വയർ അഥവാ 16 ഡിവൈഡ് ബൈ 9 β² എന്ന് കിട്ടും അല്ലേ. 16 ഡിവൈഡ് ബൈ 9 β² എന്ന് കിട്ടും. ഇനി നമുക്ക് എന്താക്കാം? ഇതിനെ കട്ട് ചെയ്യാം. ഇവിടെ കട്ട് ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ 8 2 തവണ പോയി അല്ലെ. ഇവിടെ ആണെങ്കിൽ മക്കളെ എന്താണ് 3 തവണ. റെഡി അല്ലേ? യെസ്. ഓക്കെ. അപ്പോൾ ആൽഫ ഈസ് ഈക്വൽ ടു 2/3 β² അല്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 β² ഈസ് ഈക്വൽ ടു എന്താണ് മക്കളെ? 3 ആൽഫ അല്ലേ. ഇനി നമുക്ക് ഈ ആൽഫ ബീറ്റക്ക് പകരം ഞാൻ x, y നമ്മൾ എന്താക്കാം? റീപ്ലേസ് ചെയ്യുക. അപ്പോൾ 2y² ഈസ് ഈക്വൽ ടു എന്താണ് മക്കളെ? യെസ് 3x എന്ന് വരും. റെഡി അല്ലേ? 2y² ഈസ് ഈക്വൽ ടു 3x. ഓക്കെ അല്ലേ? ഓക്കെ, ഇത് ആക്ച്വലി ഇച്ചിരി ഒന്ന് ലെങ്തി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ നമുക്ക് എന്ത് ചെയ്യാം? അത് ഡൂവബിൾ ആണ്. ഓക്കെ അല്ലേ? ഡൂവബിൾ ആണ്, നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ അല്ലേ? സോ ഓപ്ഷൻ 2 ആണ് അതിൻ്റെ റൈറ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ.